ഹായ് ഓൾ. നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ കണ്ണിൽ ഇതേപോലെ ബ്ലീഡിങ് പോലെ കണ്ട് നിങ്ങൾ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഡോണ്ട് പാനിക്. ഇതൊരു പേടിക്കേണ്ട കണ്ടീഷൻ അല്ല. മെഡിക്കലി ഇതിനെ വിളിക്കുന്നത് സബ് കൺജങ്ക്റ്റീവൽ ഹെമറേജ് എന്നാണ്. അതായത് നമ്മുടെ കണ്ണിന്റെ പുറമേ ഉള്ള വെള്ള ഭാഗം, അതിനെ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നു. ഈ കൺജങ്ക്റ്റീവയുടെ അടിയിലുള്ള ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുന്നത്. IOP-യിലെ ഒരു കോമൺ കേസ് തന്നെയാണ് ഈ സബ് കൺജങ്ക്റ്റീവൽ ഹെമറേജ് എന്ന് പറയുന്നത്. അതിന്റെ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ആക്സിഡൻസ് തന്നെയാണ്. അതായത് അപകടം കഴിഞ്ഞു വരുന്ന പേഷ്യൻസ്, പിന്നെ സിവിയർ ഐ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ജസ്റ്റ് ഒന്ന് തിരുമുമ്പോൾ തന്നെ ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഇത് കൂടാതെ തന്നെ ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന കണ്ടീഷൻസ്, അതായത് പവർഫുൾ സ്നീസിങ്, കഫിങ്, ചുമ, അതേപോലെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ്, ഇങ്ങനെയുള്ളവരിലും ഇത് കാണുന്നു. ഇനി സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കേസാണ് ഹൈ ബ്ലഡ് ഷുഗർ, അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ, പ്രഷറും ഷുഗറും കൂടുതലുള്ള ആൾക്കാർ, പിന്നെ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ചില ഡ്രഗ്സ്, അതായത് ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ് പോലെ അങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇത് സാധാരണയായി കാണുന്നുണ്ട്. ഈ കണ്ടീഷന് യൂഷ്വലി പേഷ്യൻസിന് സിംറ്റം അങ്ങനെ തോന്നാറില്ല. ആരെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കും അവരൊരു ഡോക്ടറിനെ കാണാൻ പേടിച്ച് വരുന്നത്. 1 to 2 weeks തന്നെ ഇത് സെൽഫായിട്ട് റിസോൾവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സബ് കൺജങ്ക്റ്റീവൽ ഹെമറേജിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ്, അതായത് എന്തെങ്കിലും കാഴ്ചക്കുറവോ വേദനയോ, അല്ലെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇതിന്റെ സബ് കൺജങ്ക്റ്റീവൽ ഹെമറേജ് റിപ്പീറ്റഡ് ആയിട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. സോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. താങ്ക്